ശ്രീ RVS മണി നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഇത്തവണ പത്മശ്രീ അവാർഡ് നമ്മുടെ രാഷ്ട്രം നൽകുകയുണ്ടായി. അതൊരു നല്ല കാര്യം തന്നെയല്ലേ? എന്താണ് സാറിൻ്റെ അഭിപ്രായം? നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അത്ര നല്ല കാര്യമായില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതെന്താണ് സാർ? അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരുന്നത് പത്മഭൂഷണവും പത്മവിഭൂഷണവും ആയിരുന്നു അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരുന്നത്. തുക്കാറാം ഓംബ്ലേക്ക് നമ്മൾ കൊടുത്തത് അശോക ചക്രമാണ്, ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ, മരണാനന്ത ബഹുമതിയായിട്ടാണ് കൊടുത്തത്. അപ്പൊ അതുപോലെ തന്നെ ശരിക്കും അർഹതപ്പെട്ട ആളാണ് RVS മണി. അദ്ദേഹം 10-12 വർഷമായി അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട്, അതിനുശേഷം അദ്ദേഹം 1-2 ബുക്കൊക്കെ എഴുതി അവിടെ നടന്ന വളരെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഈ ഓപ്പറേഷനെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 21st ബോംബെ അറ്റാക്ക് അതിനെക്കുറിച്ച് ആരും ഒന്നും അത് പൊക്കിയെടുത്തില്ല, അതാരും അത് ഉൾക്കൊണ്ടില്ല. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പത്മ അവാർഡ് കൊണ്ട് ഒരു നല്ല കാര്യം ഉണ്ടായത്, പിന്നെ ANI സ്മിത പ്രകാശ് അദ്ദേഹമായിട്ട് ഒരു പോഡ്കാസ്റ്റ് വെച്ചു. ഒരു നീണ്ട പോഡ്കാസ്റ്റ് ആയിരുന്നു. അതിനകത്ത് വളരെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും അദ്ദേഹത്തിന്റെ മെമ്മറി പവർ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇത്രയും IAS ഓഫീസർമാരുടെയും IPS ഓഫീസർമാരുടെയും ഒക്കെ പേരുകൾ മാണി പോലെ അദ്ദേഹം ഡേറ്റ് ഒന്നും ഒരു ഇതില്ല, ഒരു ആലോചിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, പക്ഷെ അത് നമുക്ക് ഈ ചെറിയ സമയം കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും അദ്ദേഹം പറഞ്ഞ ആദ്യം പിന്നെ നമ്മുടെ ബോട്ട് കടലിൽ കാണപ്പെടുന്നത് തൊട്ട് സംശയാസ്പദമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കോസ്റ്റ് ഗാർഡ് കണ്ട് റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഇങ്ങനെ ഷോറിലോട്ട് പോരാൻ പറഞ്ഞിരുന്നു. അവരവിടെ നിന്ന് വേറൊരു ബോട്ടിൽ കയറി വരുന്നു. ഇവരുടെ ഈ കോട്ടയൻസ് താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കൊളാബ അപ്പുറത്തുള്ള ഏരിയ. അവിടെ വന്ന് ഇറങ്ങി അവിടെ കൂടെയൊക്കെ പിന്നെ രാത്രി ഈ സമയത്ത് വലിയ ബാഗിലൊക്കെ AK-47 കൊണ്ടുവരണമെങ്കിൽ ചുമ്മാ നമ്മുടെ ഇതിനകത്ത് വെച്ചുകൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അണ്ടർവെയറിന്റെ അടി വെച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ വലിയ ഹെവി ആയിട്ടുള്ള സാധനങ്ങളിൽ അതെല്ലാം കൊണ്ടുവന്നതൊന്നും ആരും പിന്നെ അറിയുന്നില്ല. അവർക്ക് അവിടെ ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു, വീട്ടിലോട്ടും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പോകാനായിട്ട്. ഇതെല്ലാം വളരെ അമ്യൂണിഷൻ എല്ലാം നേരത്തെ സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജേർണലിസ്റ്റ് ഒരു ലേഡി ഉണ്ടല്ലോ, വർക്കാദത്ത്, അവർക്കും പങ്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. പറഞ്ഞാൽ അവരാണ് ഇത് മുഴുക്കെ അത് മാത്രമല്ല ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്. RVS മണി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നതിനകത്ത് ആ പീരീഡില് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് ശ്രീ ശിവരാജ് പാട്ടീലാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഡി ഫാക്ടോ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ദിഗ്വിജയ് സിംഗ് ആണെന്നാണ്. ഇദ്ദേഹം ഒരു ഡി ജൂറി ആയിരുന്നു മാത്രമേ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ സൈഡിൽ ശോഭ ഇട്ടിരുന്ന അവിടെ നിന്നാണ് ഓർഡേഴ്സ് ഒക്കെ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജയുടെ കസേരയിലിരിക്കുന്നു, വരുന്ന ഓഫീസർമാർക്ക് ഡയറക്ഷൻ സോഫയിലിരിക്കുന്ന ദിഗ്വിജയ് സിംഗ് കൊടുക്കുന്നു. അല്ല, അതിന് അതിശയിക്കാനൊന്നും ഇല്ല അജിത്തെ. കാരണം പിന്നെ പ്രധാനമന്ത്രി ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓർഡേഴ്സ് ഒക്കെ വന്നിരുന്നത് പിന്നെ ഈ സോണിയാഗാന്ധിയുടെ കാര്യമില്ല. അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മന്ത്രിസഭയുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാ മന്ത്രിമാരുടെയും ഓർഡേഴ്സ് അവിടെ നിന്ന് വന്നിരുന്നു. ഒരാളുടെ ആഭ്യന്തരമന്ത്രിയുടെ ഇയാൾ വഴി വന്നിരുന്നു. അതും വരുന്ന അവിടെ നിന്ന് തന്നെയാണ്. അപ്പൊ അതിനകത്ത് അവിശ്വസനീയമായിട്ടൊന്നും വരേണ്ട കാര്യമില്ല. ഇതൊക്കെ നടന്നിരുന്ന കാര്യം തന്നെയാണ്. അപ്പോ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത്, ഇത് ഈ ഒരു സുപ്രഭാതത്തില് അവരവിടെ നിന്ന് ഒരു ബോട്ടിലിങ്ങി ഇവന്മാരെ കയറ്റിവിട്ട് ഇവരിവിടെ നിന്ന് തലങ്ങും വിലങ്ങും വെടിവെച്ചു എന്നുള്ളത് ഒരു ഭയങ്കര ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നിരിക്കുന്നതിനകത്ത്. കാരണം ഈ ഹോട്ടലിന്റെ ലേഔട്ട്, ആ ഹോട്ടലിന്റെ ലേഔട്ട് നമ്മുടെ പോലീസിനോട് ഇല്ലായിരുന്നു, പക്ഷെ അവർക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു അവരുടെ. അത് മാത്രമല്ല, ഈ താജിന്റെ കണ്ടിട്ടുണ്ടാവും ബോംബെയില്, അതിന്റെ മുമ്പിൽ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അത് ഇപ്പോടെ ഇല്ല. അതിനകത്താണ് ഈ ആമിനേഷൻ കൊണ്ട് സ്റ്റോർ ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരി, അത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ്. കാരണം ഈ 2-2.5 ദിവസം അവർ അതിനകത്ത് ഉണ്ടായിരുന്നു, ഹോട്ടലിനകത്തുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇവർക്ക് ഈ ആമിനേഷൻ എത്തിച്ചതും ഒക്കെ ഇവിടെ നിന്ന് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതുവഴി ഒരു ചാനലിൽ പ്രവർത്തിച്ചിരുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യം. അത് കൂടാതെ അതില് ഈ അവിടെ നിന്ന് വരുന്ന ആക്രമണകാരികൾ കയ്യിൽ ഈ കൽവ കെട്ടി അവർ വന്നതെന്ന് പറഞ്ഞാൽ ആ ത്രെഡ് കെട്ടി വന്നതിന്റെ ഉദ്ദേശം ആലോചിച്ചു. അത് വളരെ സിമ്പിൾ അല്ലേ? അത് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ,
ഇതിനെ നമ്മൾ അന്ന് മൊത്തം ഇവിടെ ഇതല്ലേ പിന്നെ തീവയ്പ്, ഇവിടെ ബഹളം, ബോംബ് വയ്പ്, ആ ഒരു തീവ്രവാദികളുടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്ന കാലഘട്ടത്തില്. അപ്പൊ അതിനൊരു ബദലായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഹിന്ദു ടെറർ, ഒരു IAS കാരനാണ് അത് പിന്നെ ഇത് ടേം പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഐറണിക്കലി ഇതിന്റെ ഏറ്റവും വലിയ തമാശ, അയാള് പിന്നെ BJP ചേർന്ന് MP ആയിരുന്നു, മന്ത്രി ആയിരുന്നുള്ളൂ. എന്തായാലും അതൊരു ഹിന്ദു ടെറർ എന്ന് കോയിൻ ചെയ്ത ആളാണ്. അപ്പോ അത് മനഃപൂർവ്വം ഇന്ന് ഈ ഇദ്ദേഹം ഓംബ്ലെ ഈ അജ്മൽ കസബനെ കൂട്ടം പിടിച്ച് നിന്ന് അതേ വെടിയോടെ ഏറ്റുവാങ്ങിയില്ലായിരുന്നു എങ്കിൽ ശരിക്കും ഇതിന്റെ കളിയങ്ങ് മാറി. ഇതിന്റെ ഈ സ്വഭാവം ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യ ആയിരിക്കില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ ഒരാളെ അങ്ങനെ ജീവനോടെ കിട്ടിയത് അത് ഭാഗ്യമാണ്. നമുക്ക് ഭാരതത്തിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഇത്രയും മുഗളന്മാരും ഇത്രയും മറ്റു യൂറോപ്യൻസും ഒക്കെ വന്ന് ഭരിച്ചിട്ടും നമ്മൾ ഇപ്പോഴും ഇവിടെ ഹിന്ദുസ് നിൽക്കുന്നില്ലേ? നമുക്ക് ജസിയ വരെ കൊടുക്കേണ്ടി വന്നു, നമ്മുടെ ഹിന്ദു ആയിരിക്കാൻ ജസിയ വരെ കൊടുക്കേണ്ടി വന്ന ഒരു ജനത അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നു. അപ്പൊ അങ്ങനെ അത് നമുക്കൊരു ഭാഗ്യമുണ്ട്. അത് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നത് നമ്മൾ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, രക്ഷപ്പെടും വിജയൻ, നമ്മൾ രക്ഷപ്പെടും. ആരെങ്കിലും ഇത് നടക്കുന്നത് എനിക്ക് വന്നത് 2006 അങ്ങോട്ടാണെന്ന് തോന്നുന്നു. പിന്നെ എന്നോട് ഞാനും എൻ്റെ ഫ്രണ്ട് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ആരെങ്കിലും ഒരാൾ, ഒരു നേതാവ് നമുക്ക് വരും, നമ്മൾ രക്ഷപ്പെടുമെന്ന് ഞാനിങ്ങനെ ഒരു വെളിപാട് പോലെ പറയണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു നേതാവിനെ കിട്ടി. നമ്മളൊരു രാജ്യം ഉയർച്ചയിലോട്ടും വികസനത്തിലോട്ടൊക്കെ കുതിച്ചു ചാടാൻ തുടങ്ങി. അപ്പൊ ഈ പറഞ്ഞ പിന്നെ കോൺസ്പിറസി വളരെ ആസൂത്രിതമായിട്ട്, അതായത് ഹിന്ദു ടെറർ എന്ന് പറയുന്ന ഒരു കോയിനേജ് അത് സത്യമല്ല എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും അതിന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ഈ കേണൽ പുരു അന്ന് അദ്ദേഹം ലെഫ്റ്റനന്റ് കേണലായിരുന്നു, ലെഫ്റ്റനന്റ് കേണൽ പുരു ഇത്രയും ലെഫ്റ്റനന്റ് കേണൽ കിടക്കുമ്പോൾ മാലേഗാവ് സ്ഫോടനത്തിനകത്ത് ഇദ്ദേഹം എങ്ങനെ പെട്ടു എന്ന് ഞാൻ, അദ്ദേഹം സാഥി പിന്നെ അവരെങ്ങനെ സന്യാസിനി അവരെങ്ങനെ പെട്ടു എന്ന് ഞാനിങ്ങനെ അതിശയിച്ചിരുന്നു. ഇപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തുന്നതാണ് മനസ്സിലാകുന്നത്, ഇദ്ദേഹം മിലിറ്ററി ഇന്റലിജൻസിലായിരുന്നപ്പോൾ ഇവരുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റികളെ കുറിച്ചും ഈ SDP-യുടെയും പിന്നെ എന്താണ് അവരുടെ വേറൊരു ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, PFI-യുടെ ഒക്കെ പിന്നെ മംഗലാപുരം ഭട്കൽ, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഭട്കല് വലിയൊരു എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ ഉണ്ട് അവിടെയാണ് ഇവരുടെ, ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരുടെ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അത് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കാണ് അപ്പോൾ പാകിസ്ഥാൻ തീരുമാനിച്ചു, ഇനിയിപ്പോൾ ഇയാള് ഈ പുരോഹിതൻ ഇനിയിപ്പോൾ അങ്ങോട്ട് മുമ്പോട്ട് പോകണ്ട എന്നവർ തീരുമാനിച്ചു. മണി പറയുന്നത് ഇദ്ദേഹം മിലിറ്ററി ചീഫ് വരെ, അദ്ദേഹം ലെഫ്റ്റനന്റ് ജനറൽ, ഇഫ് നോട്ട് ജനറൽ ഓഫ് ദ മിലിറ്ററി, ലെഫ്റ്റനന്റ് ജനറലെങ്കിലും മിനിമം ആകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ടുള്ള പാകിസ്ഥാൻ ISIയും അവിടുത്തെ മിലിറ്ററിയും ഒക്കെ കൂടെ ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് മുന്നോട്ട് വിടണ്ടാന്ന്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ ഹിന്ദു ടെററും മാലേഗാവ് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അവരുടെ പള്ളി മുമ്പ് കൊണ്ടുവന്ന് പൊട്ടിക്കലും അതിൽ നിന്ന് ഇവരിലേക്ക് നീങ്ങുകയും ഇദ്ദേഹത്തെ 24 മണിക്കൂർ പിന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നാണ് പറയുന്നത്. ശരിക്കും അദ്ദേഹത്തിന്റെ ആ മിലിറ്ററി ട്രെയിനിങ്ങും അദ്ദേഹത്തിന്റെ ഫിസിക്കും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അതുവരെ ആ സന്യാസിയുടെ ഒരു വളരെ വിൽ പവർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇവരെ കൊന്നുകളയുമായിരുന്നു. ഈവൻ RVS മണിയുടെ ദേഹത്തും സിഗരറ്റ് ബട്ട് കൊണ്ട് പൊള്ളിച്ചു എന്ന് പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ സെക്രട്ടറി, ഒരു ഗവൺമെന്റ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നുള്ളതിന്റെ അത് പുള്ളി ചെയ്ത പണ്ട് എമർജൻസി കാലത്ത് ആരോ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞപ്പം എഴഞ്ഞു പത്രങ്ങൾ എന്ന്. അതുപോലെ അതിന് വിപരീതമായി ഇദ്ദേഹം നിന്നു. മര്യാദയ്ക്ക് നിന്നതെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രത്തിന് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും നിലകൊണ്ടു. അതാണ് ചെയ്തത്. തെറ്റ് ഇത് അന്ന് ഈ പത്രങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തില്ല. പത്രങ്ങൾ മുഴുക്കെ ഈ ഇവരെ പിന്നെ ഹിന്ദു ടെറർ ഉണ്ടെന്നും പിന്നെ സാത്തിയും പുരോഹിതും ഒക്കെയാണ് അതിന്റെ ആൾക്കാരെന്നും ഒക്കെ വളരെ അസന്നിഗ്ധമായിട്ട് പ്രിന്റ് ചെയ്ത് വെച്ച ആൾക്കാരുടെ. പക്ഷെ അന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരിക്കലും
ഒരു ഇന്ത്യൻ ജവാന് അതെ ഇങ്ങനെ ആകാൻ പറ്റും, എസ്പെഷ്യലി ബീങ് എ ഹിന്ദു ഇങ്ങനെ ആകാൻ പറ്റുമെന്ന് എനിക്കൊരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ വിശ്വാസം അതിപ്പോ ഊട്ടി ഉറപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ മാപ്രകൾ അതിനു വേണ്ടി എന്തുമാത്രം അതിനെല്ലാം വെളുപ്പിക്കാനും ഹിന്ദു ടെറർ ഉണ്ടെന്ന് സ്ഥാപിക്കാനും വേണ്ടി ശ്രമിക്കുകയും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. BBC ഒക്കെ അവരുടെയൊക്കെ അജണ്ടയല്ലേ. അപ്പോൾ അത് നടക്കും, അത് നടന്നിരുന്നു. പക്ഷെ അത് നടക്കുന്നില്ല. അതാണ് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ഉള്ള ഡിസ്റ്റർബൻസിന്റെ ഒക്കെ കാരണം. അതാണ് അവരുടെ അജണ്ടയൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോ ഇദ്ദേഹത്തിന് എന്തായിരുന്നാലും ഇത് കൊടുത്തത് നന്നായി. അതേപോലെ നമ്മുടെ തുക്കാറാം ഓംബ്ലേക്ക് കൊടുത്തത് അത് വളരെ നല്ല ചക്ര കൊടുത്തത് നന്നായി. അത് എന്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ വലിയ അവാർഡായിരുന്നു കൊടുക്കേണ്ടായിരുന്നു എന്റെ അഭിപ്രായം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. യെസ്, അങ്ങനെ വിചാരിക്കും. ഓർ സംതിങ് ഈസ് ബെറ്റർ. പിന്നെ എനിക്കൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, എന്തുകൊണ്ട് നമ്മുടെ ഈ സർക്കാർ BJP സർക്കാർ വന്നതിന് ശേഷം ഇതിനൊരു എൻക്വയറി, ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിനെ ബേസ് ചെയ്തിട്ട് ഒരു എൻക്വയറി നടത്തിയില്ല, ഒരു എൻക്വയറി കമ്മീഷനെ വച്ചില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ആ എൻക്വയറി കമ്മീഷൻ വെച്ചിരുന്നെങ്കിൽ ഒരു എൻക്വയറി കമ്മീഷന്റെ മുമ്പിൽ RVS മണി ഡിപ്പോസ് ചെയ്യുന്നതിന് വേറൊരു മാനം ഉണ്ടാവും. ഇപ്പോൾ ഒരു ജേർണലിസ്റ്റിന് മുമ്പിൽ ഇരുന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ബുക്ക് എഴുതിയത് മാത്രമേ ആകുന്നുള്ളൂ. അതല്ല, ഇത് കമ്മീഷന്റെ മുമ്പിൽ ഒരു ഡിപ്പോസിഷൻ നടത്തുമ്പോൾ അതിനൊരു നിയമപരമായ ഒരു സാധൂകരണവും കൂടെ കിട്ടുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ട് ചെയ്തില്ല? ഇനിയും ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.